Hi friends, welcome back to Yumi and Kerala. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഴുകുതിരി നിർമ്മാണത്തെക്കുറിച്ചാണ്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. മെഴുകുതിരി നിർമ്മാണത്തിന് നമുക്ക് ഒത്തിരി പൈസ മുടക്കൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ്. ഇത് ചെയ്യാൻ പ്രത്യേക സ്പേസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട. പിന്നെ ഇതിന് അത്യാവശ്യം അതിൻ്റെ അച്ചുകളും ക്രിസ്റ്റലും ഒക്കെയാണ്. അത് മാത്രം മതി ഇത് ചെയ്യാൻ. നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംരംഭമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മെഴുകുതിരി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഴുക് ഇത് ഈ രീതിയിൽ ക്രിസ്റ്റൽ രൂപത്തിലാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. ഇത് നമ്മളിനി ഉരുക്കിയെടുത്താണ് മെഴുകുതിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ചാക്കായിട്ടാണ് ഈ ക്രിസ്റ്റൽ വരുന്നത്. അതിൽ നിന്ന് പൊട്ടിച്ച് നമ്മളിപ്പോൾ കപ്പിൽ കോരിയെടുത്തിരിക്കുന്നതാണിത്. നമ്മൾ ഈ ക്രിസ്റ്റൽ ഉരുകിയ മെഴുകിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഉരുക്കാൻ വേണ്ടി നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ക്രിസ്റ്റൽ ഉരുകി നന്നായിട്ട് വെള്ളം മുണക്കാവും. ഇനി നമുക്ക് മെഴുകുതിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അച്ചുകളൊന്ന് പരിചയപ്പെടുത്താം. ഈ കാണുന്നതാണ് ഏറ്റവും ചെറിയ അച്ച്. അതായത് 1 രൂപ തിരി ഉണ്ടാക്കുന്ന അച്ചാണിത്. ഇവിടെ ഏറ്റവും ചെറിയ തിരി മുതൽ ഏറ്റവും വലിയ തിരി വരെ ഉണ്ടാക്കുന്ന അച്ചുകളുണ്ട്. ഇതാണ് ഏറ്റവും വലിയ തിരി ഉണ്ടാക്കുന്ന അച്ച്. ഈ അച്ചിലാണ് നമ്മൾ മെഴുകുരുക്കി ഈ ഹോളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇനി ഞങ്ങൾ ഈ അച്ചുകൾ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. ഇങ്ങനെയാണ് അച്ച് 3 പോർഷനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം അങ്കിള് അത് 3ആയിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. മെഴുകുതിരി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ അച്ചിൽ ഇങ്ങനെ 2ആയിട്ട് തുറന്നിട്ട് അതിൽ എണ്ണ തേച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്കിൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ തേച്ച് കൊടുക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലാണ് അങ്കിൾ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് അങ്കിൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 സൈഡിലും അങ്കിൾ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നടുക്കത്തെ പോർഷൻ എടുത്ത് നമ്മളിതിൽ നൂല് ചുറ്റാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അങ്കിൾ ആ നടുക്കത്തെ പോർഷനിൽ നൂല് ചുറ്റാൻ പോവുകയാണ്. ഇതിൽ ഓരോ വെട്ടുകളുണ്ട്. ഈ നൂലിൻ്റെ തുമ്പിനൊരു കെട്ടിട്ടിട്ട് ഈ വെട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. ഈ വെട്ടുകളെല്ലാം നമ്മളിങ്ങനെ ഈ വെട്ടുകളൊക്കെ എല്ലാം അങ്കിള് നൂല് കോർക്കുവാണ്. നമ്മൾ നൂല് കോർക്കുന്നത് തെറ്റാൻ പാടില്ല. ഇവിടെ കറക്റ്റായിട്ടൊരു വെട്ടുപോണൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. അതിൽ കൂടെ തന്നെ വേണം നമ്മൾ കോർത്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് തിരി വേസ്റ്റായിട്ട് വരും. അപ്പോൾ ആ കറക്റ്റ് വെട്ടനുസരിച്ച് നമ്മൾ നൂല് കോർത്ത് വരണം. ലാസ്റ്റ് നമ്മൾ കെട്ടിടും. ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് നൂല് കട്ട് ചെയ്തിട്ട് കെട്ടിടും. നമ്മൾ ഏറ്റവും ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ ഫസ്റ്റ് തുടങ്ങിയവർക്ക് തന്നെ നൂല് കട്ട് ചെയ്തിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തു. അങ്ങനെയാണ് നമ്മുടെ തിരിയുടെ സെൻറ്ററിൽ നൂല് വരുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് നൂല് കാണുന്നത് ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ്. ഇനി അങ്കിള് ഈ അച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 3 സൈഡുണ്ട്. ആ 3 സൈഡും വെച്ചിട്ട് അങ്കിളത് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്.
ഉരുകിയ മെഴുക് അങ്കിൾ ഒരു കപ്പിനകത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഈ അച്ചിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കളങ്ങളെല്ലാം ഫില്ല് ചെയ്ത് അങ്കിൾ ഒഴിക്കുന്നുണ്ട്. ഒഴുകി പോകാതിരിക്കാൻ രണ്ട് സൈഡും മെഴുക് വെച്ച് അത് അടന്നു പോയിട്ടുള്ള ഇത്ര ഒഴിച്ചാൽ മതി. ഈ രീതിയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ അച്ചിൽ മെഴുക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സെറ്റാകണം. അതായത് മെഴുകുതിരിയുടെ ഒരു വെള്ള കളറൊക്കെ വന്നാണ് ഇത് സെറ്റായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സെറ്റായതിന് ശേഷം ഈ സ്ക്രൂവിൻ്റെ ഈ പോർഷൻ വരെ നമ്മൾ വെള്ളത്തിലിറക്കി വെക്കും. വെള്ളത്തിലിറക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം പിടിക്കും അതൊന്ന് സെറ്റായി വരാൻ. അപ്പോൾ ഇനി നമുക്കത് വെള്ളത്തിലിറക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വെള്ളത്തിൽ വെക്കാൻ പോവുകയാണ്. അതിൻ്റെ പകുതി പോർഷൻ വെള്ളത്തിലിറക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സെറ്റാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സെറ്റാകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കാം. ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് എടുത്തു. ഇനി ഇതിൻ്റെ ചുവടുവശം കട്ട് ചെയ്തെടുക്കുവാണ്. കത്തി വെച്ച് അങ്ങനെ കട്ട് ചെയ്യുന്നു. ഇപ്പം നൂല് ഇത് തുമ്പ് വശമാണ്, നമ്മൾ കത്തിക്കുന്ന വശമാണ്. അപ്പോൾ രണ്ട് സൈഡിലെ നൂല് കട്ട് ചെയ്ത് തിരിയുടെ അടിഭാഗമാണ് ഇപ്പം കട്ട് ചെയ്യുന്നത്. വീണ്ടും അത് സ്ക്രൂ ടൈറ്റ് ചെയ്തു. സൈഡിൽ 2 സ്ക്രൂ ഉണ്ട്, അത് അയച്ചെടുക്കുവാണ്. മൂന്നിതായിട്ട് തിരിച്ചെടുത്തു. നമ്മുടെ തിരി റെഡിയായി. ഈ രീതിയിലാണ് അച്ച് തുറക്കുമ്പോൾ തിരികളിരിക്കുന്നത്. ഇനി നമ്മളിത് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ തട്ടി തട്ടി എടുക്കുവാണ്. എനിക്ക് വലിയ വശമൊന്നുമില്ല, എന്നാലും അങ്കിൾ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തട്ടി നോക്കുക. തട്ടി തട്ടി എടുത്താൽ മതി. സൈഡിൽ നിന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ എല്ലാം ഇങ്ങ് പോരും. തട്ടുമ്പോൾ നല്ല രസമുണ്ട്, തെന്നിങ്ങ് പോലുണ്ട്. അടുത്ത സൈഡും കൂടെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തട്ടിയെടുക്കാം. രസമുണ്ട്.
മെഴുകുതിരി എല്ലാം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ മെഴുകുതിരി ആയി കിട്ടുന്നത്. നമ്മൾ അൽത്താരയിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ടൈപ്പ് തിരി അതിൽ നിന്ന് ആങ്കിള് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. തുറക്കാൻ പോവുകയാണ്. കത്തി വെച്ച് അങ്ങനെ രണ്ട് സൈഡും അരഞ്ഞു കൊടുത്ത് അടിവശമാണ് ഇപ്പം നമ്മൾ മെഴുകുതിരിയുടെ അടിവശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തിരി നമുക്ക് കാണാം. ഭാഗം കട്ട് ചെയ്തു. നാലെണ്ണം വെക്കാൻ പറ്റുന്ന അല്ലേ? വലിയ തിരി റെഡിയായിട്ടുണ്ട്. ഇതിങ്ങനെ കൊട്ടിയെടുക്കും. അങ്കിള് പലതരം തിരികൾ ഇവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്കിളുണ്ടാക്കുന്ന പലതരം തിരികൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് കപ്പ് തിരി. ഇതിനകത്ത് പല കളറുകൾ നമുക്ക് കാണാം. ഈ കാണുന്ന കപ്പ് തിരി, ഇത് ഗ്ലോബൽ തിരി എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ടോർച്ച് തിരി. അങ്ങനെ പല ടൈപ്പ് തിരികളുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 1 രൂപയുടെ തിരികളുണ്ട്, 3 രൂപയുടെ തിരികളുണ്ട്, വലിയ തിരികളുണ്ട്. പള്ളിയിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് വലിയ തിരികളുണ്ട്. അങ്ങനെയാണ് ഇത്. ഈ തിരികൾ ഉണ്ടാക്കുന്ന വിധമാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്രിസ്റ്റൽ ഉരുക്കി അച്ചിലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ഈ കളർ തിരികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയം വരാം. അപ്പോൾ കളർ തിരികൾ ഉണ്ടാക്കുന്നത് ഞാൻ അങ്കിളിനോട് ചോദിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞു തന്നത് ക്രിസ്റ്റൽ ഉരുക്കി കിട്ടുന്ന മെഴുക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം അതിനകത്ത് കളറ് മിക്സ് ചെയ്തിട്ടാണ് കളർ തിരികൾ ഉണ്ടാക്കുന്നത്. ഏതൊക്കെ കളറുകളാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് പല പാത്രങ്ങളിലാക്കി വേണ്ട കളറുകൾ നമ്മൾ മെഴുകിനകത്ത് മിക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് കളർ തിരികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയും തരം തിരികളാണ് അങ്കിൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അങ്കിളിൻ്റെ തിരികളുടെ പേര് സെൻറ് തോമസ് കാൻഡിൽസ് എന്നാണ്. നമ്മൾ മെഴുകുതിരി ഉണ്ടാക്കുന്നത് കണ്ടു. മെഴുകുതിരി ഉണ്ടാക്കിയതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അത് പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ തിരിക്ക് റേറ്റിനനുസരിച്ച് ഉള്ള കവറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം 1 രൂപയുടെ ക്യാൻഡിലാണ്. അപ്പോൾ അതിനുള്ള കവറാണിത്. പല ടൈപ്പ് കവറുകളുണ്ട്.
ഇത് 6 എണ്ണം 20 രൂപ വരുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 6 എണ്ണം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം അങ്കിളിന് നാളെ കടകൾക്കൂടെ കൊണ്ടുപോയി സപ്ലൈ ചെയ്യാനുള്ളതാണ്. മെഴുകുതിരി ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.